ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ദോശമാവ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഉറപ്പായിട്ടും ഇത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്നാക്സാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് വേണ്ടത് ദോശമാവാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി ദോശമാവ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ദോശമാവ് വെച്ചിട്ട് മുമ്പ് തേൻ മിഠായി തയ്യാറാക്കിയ ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ദോശമാവ് തയ്യാറാക്കി എടുത്തതെന്ന്. സാധാരണ അരിയും ഉഴുന്നും ചേർത്തിട്ടുള്ള ദോശമാവാണിത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് പുളിച്ചിട്ടുള്ള ദോശമാവല്ല. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശമാവെല്ലാം തയ്യാറാക്കി ഉടനെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളത് വേണ്ട. ഒരുപാട് പുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് അളവിലാണ് ദോശമാവ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് വറുത്തെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രമേ ഞാൻ വറുത്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഈ തേങ്ങ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചിരകി എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് ഒരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഞാൻ തേങ്ങ ചിരകി എടുക്കുന്നത്. അതിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. അപ്പോൾ ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയാണിത്. അപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും എല്ലാം നമ്മുടെ ഈ തേങ്ങയ്ക്ക് കൂടി കിട്ടും. 1 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. നല്ലൊരു ഏലക്കയുടെ മണമൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഏലക്ക പൊടിക്കുന്നതെന്ന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. അപ്പോൾ ഇതുപോലെ പൊടിച്ച ഏലക്ക നിങ്ങളുടെ കൈവശം ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം സാധാരണ നമ്മൾ മുഴുവൻ ഏലക്ക ഇട്ടാലും മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക നമ്മളിതിലേക്ക് ചേർത്തേക്കണം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഉരുക്കിയ ശർക്കരയാണ്. ഇതിപ്പോൾ ഞാൻ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിലെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത ശർക്കരയാണ്. അപ്പോൾ ചെറിയ തരിയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും അരിച്ചെടുക്കുമ്പോഴത്തേക്കും. ഇതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് 200 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ശർക്കര കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കംപ്ലീറ്റും ചേർക്കേണ്ടി വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മളെപ്പോഴും മധുരം വെക്കുമ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത് ശർക്കരയിൽ ഒരല്പം ഉപ്പുണ്ടാകും. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയ തരി പോലെയൊക്കെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയാണ്, നമ്മൾ ആ ചേർത്ത് കൊടുത്ത തേങ്ങയാണ് അങ്ങനെ കാണുന്നത്. ഇത്രയും തിക്കായിട്ട് വേണം നമ്മുടെ മാവ് വേണ്ടത്. ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കണമെന്നോ പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്നോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതല്ല ഉണ്ണിയപ്പച്ചട്ടി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താലും മതിയാവും. നമ്മളിതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത്. പകരം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഓരോന്നിലും ഒരു അല്പമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നത്.
നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ഓരോ ടീസ്പൂൺ ഓയിലായിട്ട് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ബാറ്റർ നല്ലതുപോലെ തിക്കായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ട് കിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഇതുപോലെ ഈ ഒരു രീതിയിൽ മാത്രമേ തിക്കായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്ലെയിം നന്നായിട്ട് ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിതിലേക്ക് ഒരുപാട് ഓയിലൊന്നും ചേർത്തിട്ടല്ല നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ ആ ഒരു സമയം മാത്രം മതിയാവും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഓയിൽ മാത്രം ചേർത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് സമയം നമ്മൾ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടും. സാധാരണ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ കുറച്ചുകൂടി ഓയിൽ അധികം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ കുറച്ച് ഓയിൽ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അടച്ചു വെക്കണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 2 സൈഡും നമ്മുടെ സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്സ് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിന്ന് ഏകദേശം 25 സ്നാക്സ് വരെ നമുക്ക് തയ്യാറാക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശമാവെല്ലാം വീട്ടിലുള്ള ടൈമിൽ ഉറപ്പായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.